ഹലോ ഗായ്സ്. അപ്പോൾ മതവിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് മുന്നേ തന്നെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് മുന്നിൽ പി.സി. ജോർജ് കീഴടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും, മീഡിയ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ പി.സി. ജോർജിൻ്റെ വീട്ടിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ പി.സി. ജോർജ് കോടതിയിൽ പോയിട്ടാണ് കീഴടങ്ങിയത്. ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. അതായത് ഈ പി.സി. ജോർജിനെ ആദ്യം പി.സി. ജോർജ് ബി.ജെ.പി പ്രവർത്തകനാണല്ലോ, ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം ഈ പറയുന്ന പി.സി. ജോർജിനെ ബി.ജെ.പി കേരള സംസ്ഥാന ഘടകം അംഗീകരിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഇദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു ഈ ഒരു കാര്യത്തിൽ. അതിനുശേഷം ഇവർ ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകർ അല്ലെങ്കിൽ ബി.ജെ.പി കേരള സംസ്ഥാന ഘടകം ഇപ്പോൾ അവർ പറയുന്നത് പി.സി. ജോർജിനെ വേട്ടയാടുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ പറഞ്ഞത്. അതായത് ആദ്യം അവർ പറഞ്ഞിരുന്നത് ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ അറിവോട് കൂടിയാണ് ഓരോരുത്തരും ഈ പാർട്ടിയുടെ ആശയങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരും ചാനലിലേക്ക് ന്യൂസ് ചാനലിലൊക്കെ പോകുന്നത്. ഇത് ഇവരുടെ ഒന്നും അറിവോ സമ്മതമോ ഇല്ലാതെ പി.സി. ജോർജ് ഇവരുടെ തന്നെ പാർട്ടിയുടെ ചാനലിൽ കയറി ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതിൽ ഈ പറയുന്ന ബി.ജെ.പിയുടെ കേരള സംസ്ഥാന ഘടക ഉത്തരവാദികളല്ല, ഞങ്ങളതിൽ പി.സി. ജോർജിനെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നെയാണ് ഇത്തരത്തിൽ മാറ്റി വേട്ടയാടുകയാണ് പി.സി. ജോർജിനെ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത്. ഒരു പക്ഷേ കേന്ദ്ര ഘടകത്തിൻ്റെ നിർബന്ധം മൂലം മാറ്റേണ്ടി വന്നതാവാം. എന്ത് തരത്തിലുള്ള വേട്ടയാടലാണെന്നാണ് ഇവർ പറയുന്നത്? അതായത് ഒരു വ്യക്തി നിരന്തരം മതവിദ്വേഷ പരാമർശം നടത്തി അതിലൊക്കെ കേസായി അവസാനം മുൻകൂർ ജാമ്യം ലഭിക്കും. ആ ലഭിച്ചതിന് ശേഷം ആ മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തും. അങ്ങനെ ഒരുപാടായി ഇപ്പോൾ പരാമർശങ്ങൾ. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം ഈ ഒരു പരാമർശത്തിലേക്ക് ഇപ്പോഴത്തെ ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഈ ഒരു പരാമർശം നടത്തിയപ്പോൾ കീഴ്ക്കോടതിയും മേൽക്കോടതിയും പറഞ്ഞതും ഇത് തന്നെയാണ്. മുൻപൊക്കെ ഇത്തരത്തിൽ പരാമർശം നടത്തി മാപ്പ് പറയുകയും അതേപോലെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും ഇപ്പോഴത്തെ ഈ ഒരു കേസിലും ഈ ഒരു പ്രസ്താവനയിലും പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കുകയും ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞ് തടിയപ്പാൻ നോക്കുകയും മുൻകൂർ ജാമ്യം ലംഘിച്ചതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഈ ഒരു കേസിൽ പി.സി. ജോർജിന് മുൻകൂർ ജാമ്യം കൊടുക്കാത്തത്. അതായത് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം കൊടുക്കാത്ത ഒരു പ്രതിയാണ് പി.സി. ജോർജ്. അപ്പോൾ ആ പ്രതി കോടതിയിൽ വന്ന് കീഴടങ്ങിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ ഇപ്പോൾ 14 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിയമപ്രകാരമാണ് നടന്നത്. അപ്പോൾ ഇതിൽ എന്ത് തരത്തിലുള്ള വേട്ടയാടൽ നടന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു വ്യക്തിക്ക് ഒരു തവണ അബദ്ധം പറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് അബദ്ധങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു പോയാൽ ഇത് അബദ്ധത്തിലല്ല, കൃത്യമായ ബോധത്തോടെയാണ് പറയുന്നതെന്ന് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് അനുമാനിക്കേണ്ടി വരും. ഇനി ബി.ജെ.പി കേരള സംസ്ഥാന ഘടകം, കേരളത്തിലെ ബി.ജെ.പിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വെറുതെ പി.സി. ജോർജിൻ്റെ പിന്നാലെ പോയി വെറുതെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ല. പി.സി. ജോർജിൻ്റെ വഴിക്ക് വിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ വെറുതെ ന്യായീകരിച്ച് ഒന്നും നടക്കാനും പോകുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോവുകയും ചെയ്യും.